Hello everyone, welcome to Kids Area Online. Malayalam ആദ്യ അക്ഷരങ്ങൾ മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ക്ലാസ്സസിൻ്റെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. PDF രൂപേണ നിങ്ങൾക്ക് ആ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം കിഡ്സ് ഏരിയ ഓൺലൈനിലുള്ള മറ്റു ചില കോഴ്സുകൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. LKG UKG ഫുൾ സിലബസ് ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ നിന്നും നൽകുന്നുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ 1 ഇയർ കോഴ്സായിട്ട് LKG UKG ക്ലാസ്സസ് ലഭ്യമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് ട്യൂഷൻ പോലെയും ക്രമീകരിക്കാം. അതോടൊപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് മുതൽ തന്നെ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സസ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അക്ഷരം ആദ്യ അക്ഷരങ്ങളിൽ 3ാമത്തെ ക്ലാസ് ആണ്. 3ാമത്തെ അക്ഷരവും നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അക്ഷരം നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഈ അക്ഷരത്തിന് ഒരു പേരുണ്ട്. ആ പേര് ടീച്ചർ പറഞ്ഞു തരാം. നമ്മൾ റാ എഴുതി പഠിച്ചു. റായുടെ അകത്തുകൂടി മറ്റൊരു റാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റായോടൊപ്പം മറ്റൊരു റാ. ഇതാണെങ്കിലോ റായുടെ അകത്തുകൂടി മറ്റൊരു റാ. പഠിക്കാം. ഓക്കെ, ഈ കാണുന്ന അക്ഷരത്തിൻ്റെ പേരാണ് ത. 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 എന്താണ്? ത. 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 നിങ്ങൾ പറഞ്ഞേ. ത. 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 ഓക്കെ, ത എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ത എന്ന അക്ഷരം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ശ്രദ്ധിച്ചോളൂ. ഇതാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷിയാണ്. ഏതാണ് ഈ പക്ഷി? വെരി ഗുഡ്, തത്ത. തത്ത. എന്താണ്? തത്ത. ദാ തത്ത എന്ന് ടീച്ചറോട് എഴുതുവാണ്. തത്ത. ഇതിൽ നിങ്ങൾ പഠിച്ച ത എന്ന അക്ഷരം ഏതാണ്? ഈ കാണുന്നതാണ്. റായുടെ അകത്തുകൂടി മറ്റൊരു റാ. ഇതാണ് ത. 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 ഏതാണ് ഈ അക്ഷരം? ത. ത. തത്ത. 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 ത. 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 ഓക്കെ, അടുത്ത ചിത്രം നമുക്ക് നോക്കാം. ഈ ജീവിയെ നമുക്ക് പരിചയമുള്ളതാണ്. കരയിലും വെള്ളത്തിലും താമസിക്കുന്ന ഒരു ജീവിയാണ്. ഏതാണ് ഈ ജീവി? യെസ്, ഏതാണ്? തവള. 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 തവള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഈ ജീവിയുടെ പേരെന്താണ്? തവള. തവള. ത എന്ന അക്ഷരം നിങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തിയോ? ഏതാണ് ത എന്ന അക്ഷരം? ഈ കാണുന്നതാണ് ത. ത എന്ന അക്ഷരം തവളയിൽ ഏതാണ്? ഇതാണ് ത. ഏതാണ് ഈ അക്ഷരം? ത. 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 ഓക്കെ,
അടുത്ത ചിത്രം നമുക്ക് പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പച്ചക്കറി, വെജിറ്റബിൾ. ഏതാണ് ഈ പച്ചക്കറി? ഈ വെജിറ്റബിളിന്റെ നെയിം അറിയാമോ? എന്താണ്? അതെ, തക്കാളി. തക്കാളി. ടീച്ചർ ഇവിടെ എഴുതാം. തക്കാളി. തക്കാളി. തക്കാളിയിൽ ഏതാണ് ത? ഇതാണ് ത. ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ത. 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 ഓക്കെ, തക്കാളി. ത, തക്കാളി. ത, തക്കാളി. അടുത്ത ചിത്രം നമുക്ക് പരിചയപ്പെടാം. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാറുണ്ട്. ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുമ്പോൾ എന്താണ് ഉണ്ടാവുക? പത. എന്താണ്? പത. പത. പത എന്ന് നമുക്ക് എഴുതി നോക്കാം. പത. പത. പത എന്ന് നമുക്കിവിടെ എഴുതാം. പത. ഇതിൽ ത ഏതാണ്? ത. പത. ത. പത. ത. 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 ത എന്ന അക്ഷരം നിങ്ങൾ കണ്ടുപിടിച്ചുവല്ലോ. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, വായിച്ചോളൂ. തത്ത, തവള, തക്കാളി, പത. ഇതിൽ ആവർത്തിച്ചു വരുന്ന അക്ഷരം ഏതായിരുന്നു? ത. 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 ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ത. ത. ത എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു റാ എഴുതി അതിനുള്ളിൽ കൂടി മറ്റൊരു റാ എഴുതുമ്പോൾ അതെന്തായി? ത. 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 ഓക്കെ, ഈ ത എന്ന അക്ഷരം ഇനി നമ്മൾ എഴുതുവാൻ പഠിക്കുകയാണ്. ത. ത നമുക്ക് എഴുതാം. റാ എഴുതി റായുടെ ഉള്ളിൽ കൂടി മറ്റൊരു റാ എഴുതുമ്പോൾ ത. റാ എഴുതുക. റായുടെ ഉള്ളിൽ കൂടി മറ്റൊരു റായും എഴുതുക. അപ്പോൾ എന്തായി? ത. റാ എഴുതുക. റായുടെ ഉള്ളിൽ കൂടി മറ്റൊരു റാ കൂടി എഴുതുക. അപ്പോൾ എന്തായി? ത. റാ എഴുതി റായുടെ ഉള്ളിൽ കൂടി മറ്റൊരു റാ കൂടി എഴുതുമ്പോൾ എന്തായി? ത. ഏതാണ് ഈ അക്ഷരം? ത. 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 അപ്പോൾ ത എന്ന അക്ഷരം എഴുതുവാനായി നിങ്ങൾ പഠിച്ചുവല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ത. 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 നിങ്ങൾ പറഞ്ഞേ, ത. അപ്പോൾ 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ത എന്ന അക്ഷരവും നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.